ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, മുസ്ലിമീങ്ങൾക്കിടയിൽ ഏറെ വ്യാപിച്ചിട്ടുള്ള, അവർക്ക് സംഭവിച്ചിട്ടുള്ള മുസീബത്തുകളിൽ ഏറ്റവും വലിയ കാരണമായി തീർന്നിട്ടുള്ളൊരു കാര്യമാണ് അവരുടെ ഈമാനിന് സംഭവിച്ച ദൗർബല്യം എന്ന് പറയുന്നത്. ഈമാനിന് ദുർബലതയുണ്ടാകുക എന്നതിനേക്കാൾ മുസ്ലിം ഉമ്മത്തിന് സംഭവിക്കാനുള്ള മറ്റൊരു അപകടവുമില്ല. മുസ്ലിം ഉമ്മത്ത് നേരിടുന്ന ഏത് അപജയത്തിനും, ഏത് തളർച്ചക്കും, ഏത് ബുദ്ധിമുട്ടുകൾക്കുമെല്ലാം പിന്നിൽ സഹോദരങ്ങളെ, ചരിത്രത്തിൽ നാം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരുടെ ഈമാനികമായ തകർച്ചയാണ്, ദൗർബല്യമാണ്. എന്നാൽ നാം ചിന്തിക്കേണ്ടത്, ഈ മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്നത് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഓരോ ആളുകൾ കൂടി ഉണ്ടാകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ സംഭവിച്ചിരിക്കുന്ന ഈമാനിന്റെ ദൗർബല്യത എന്ന് പറയുന്നത് എന്നിലും നിങ്ങളിൽ ഓരോരുത്തരിലും സംഭവിച്ചിരിക്കുന്ന കാര്യമാണ്. അതേറെ വ്യാപിച്ചിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഇത് വലിയ അപകടം പിടിച്ചൊരു കാര്യമാണ്. പരലോകത്തെത്തുമ്പോൾ വിരൽ കടിക്കേണ്ടി വരുന്ന വലിയ അപകടം പിടിച്ച കാര്യമാണ് ഈമാനിൽ ദൗർബല്യത ഉണ്ടാവുക എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, നാം ഓരോരുത്തരും ആത്മവിചാരണം നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്, നമ്മുടെ ഈമാനിന്റെ അവസ്ഥ എന്താണ്? മുൻപുള്ള ഈമാൻ എന്തുകൊണ്ട് നമുക്ക് ലഭിക്കുന്നില്ല? എന്താണ് അശ്രദ്ധകൾ ഇത്ര വർദ്ധിച്ചു പോയത്? നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. സഹോദരങ്ങളെ, നമ്മുടെ ഈമാനിന് ദുർബലത സംഭവിച്ചോ ഇല്ലേ എന്ന് പരിശോധിക്കാൻ ചില അടയാളങ്ങൾ നമ്മൾ നോക്കിയാൽ മതി. ആ അടയാളങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായും നമ്മുടെ കൽബിന്റെ കാര്യം, ഈമാനിന്റെ കാര്യം വലിയ ദുർബലത അതിന് ബാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അതിലൊന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, തിന്മകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. വലിയ വലിയ തിന്മകൾ, ഇന്നലകളിൽ വലിയ തിന്മയായി കണ്ട കാര്യങ്ങൾ നമുക്ക് നിസ്സാരമായി തോന്നുകയും ആ തിന്മകളിൽ നമ്മളെപ്പോഴും സദാ വിരാജിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഈമാനിന്റെ ദുർബലത അറിയിക്കുന്ന കാര്യമാണ്. എത്രത്തോളം അത്തരം തിന്മകൾ ചിലത് നമ്മുടെ ദൈനംദിന പ്രവർത്തികൾ പോലെ ആയി തീർന്നിരിക്കുന്നു. പിന്നീട് ആ തിന്മയോടുള്ള അതിന്റെ മ്ലേച്ഛതയെക്കുറിച്ച് നമുക്ക് യാതൊരു വിലയുമില്ല, ഒരു പ്രയാസവുമില്ലാതായി തീർന്നിരിക്കുന്നു. പിന്നീട് ആ തിന്മകൾ പരസ്യമായി ചെയ്യാൻ പോലും ആളുകൾക്ക് യാതൊരു പ്രയാസവുമില്ലാതായി തീർന്നിരിക്കുന്നു. ഈമാനിന്റെ ദുർബലത കൂടുന്നിടത്തോളം ഹൃദയത്തിന്റെ കാഠിന്യം വർദ്ധിക്കുന്നതിന് മുഖേന ഈ രൂപത്തിലെ പടിപടിയായി അവനുണ്ടാകുന്നതാണ്. ആദ്യം തിന്മകൾ വലിയ പ്രയാസമില്ല, പിന്നീട് ആ തിന്മയോടുള്ള വെറുപ്പില്ലാതായി തീരുകയാണ്. അവസാനം ആ തിന്മ പരസ്യമായി ചെയ്യാൻ പോലും യാതൊരു പ്രയാസവുമില്ല. അത്തരക്കാരെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ബുഖാരിയിലും മുസ്ലിമിലും നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കുല്ലു ഉമ്മത്തി മുആഫാ ഇല്ലൽ മുജാഹിരീൻ. എന്റെ ഈ ഉമ്മത്തിൽപ്പെട്ട മുഴുവൻ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും, അവർക്ക് പാപമോചനം കൊടുക്കും, മാപ്പാക്കി കൊടുക്കും. ഇല്ലൽ മുജാഹിരീൻ, തിന്മകൾ പരസ്യമായി ചെയ്യുന്ന ആളുകൾ ഒഴികെ. വഇന്ന മിനൽ മുജാഹറ, തിന്മകൾ പരസ്യമാക്കുന്നതിന്റെ ഒരു രൂപമാണ് അൻ യഅമല അർ-റജുലു ബില്ലൈലി അമല, ഒരു മനുഷ്യൻ രാത്രിയിൽ ഒരു തിന്മ ചെയ്യുന്നുണ്ട്. തുമ്മ യുസ്ബിഹ വഖദ് സതറഹു അല്ലാഹ്, അവൻ പിറ്റേന്ന് പുലർന്നപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തിന്മയെ പരസ്യമാക്കിയിട്ടില്ല, മറച്ചു വെച്ചു. ഫയഖൂൽ, പക്ഷെ അവനതാ പറയുകയാണ്, യാ ഫുലാൻ അമിൽതുൽ ബാരിഹത കദാ വകദാ, ഇന്നലെ രാത്രി ഞാൻ ഇന്ന തിന്മയൊക്കെ ചെയ്തിട്ടുണ്ട്. വഖദ് ബാത യസ്തുറുഹു റബ്ബഹ്, അവന്റെ റബ്ബ് ദാ അവന്റെ തിന്മ രാത്രിയിൽ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല, മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ വയുസ്ബിഹു യക്ഷിഫു സിത്രല്ലാഹി അൻ, അല്ലാഹു അവന് കൊടുത്ത മറയെ നീക്കം ചെയ്യുന്ന രീതിയിലേക്ക് തിന്മകൾ പരസ്യമായി വിളിച്ചു പറയുക, പരസ്യമായി ആളുകൾക്ക് മുന്നിൽ അത് കാണിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് മനുഷ്യനെത്തുന്ന അവസ്ഥ സഹോദരങ്ങളെ, ഇതിലേറ്റവും കടുത്തിട്ടുള്ള കാര്യമാണ്. ഇതിലെവിടെയാണ് നമ്മൾ നിൽക്കുന്നത് നോക്കുക. നേരത്തെ ഹറാമായി മനസ്സിലാക്കിയ പല തിന്മകളും നമുക്ക് ഹറാമല്ലാതായി തീർന്നിട്ടുണ്ടോ? ആ തിന്മകളോടുള്ള വെറുപ്പ് നമുക്കില്ലാതായി തീർന്നിട്ടുണ്ടോ? ആ തിന്മകൾ പരസ്യമായി ചെയ്യാൻ പോലും മടിയില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ കൂപ്പുകുത്തിയിട്ടുണ്ടോ? സഹോദരങ്ങളെ, ചിന്തിക്കുക. ഇതെല്ലാം ഈമാനിന് ദുർബലതയുണ്ടായി
എന്നുള്ളതിന്റെ വലിയ അടയാളങ്ങളിൽപ്പെട്ട ഒരടയാളമാണ്. അതുപോലെ സഹോദരങ്ങളെ, ഹൃദയങ്ങൾക്ക് കാഠിന്യം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഈമാനിന് വലിയ രീതിയിൽ കോട്ടം സംഭവിച്ചിട്ടുണ്ട്. ഹൃദയത്തിന് കാഠിന്യം തോന്നുകയാൽ പഴയതുപോലെ തോന്നുന്നില്ല. ഈമാനിന് വലിയ രീതിയിലുള്ള തിളക്കമില്ല, കാഠിന്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ സുമ്മ ഖസത് ഖുലൂബുകും മിൻ ബഅദി ദാലിക്, ഈ പറയുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾക്ക് ലഭിച്ചതിന് ശേഷവും നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് കാഠിന്യം ബാധിച്ചിട്ടുണ്ട്. ഫഹിയ കൽ ഹിജാറതി ഔ അശദ്ദു ഖസ്വ, അതിതാ പാറക്കല്ല് പോലെ ഉറച്ചു പോയിട്ടുണ്ട്, അതല്ലെങ്കിൽ അതിനേക്കാൾ കാഠിന്യം ഈ ലോല ഹൃദയത്തിന് സംഭവിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. സഹോദരങ്ങളെ, നമ്മുടെ ഈമാനിന് ദുർബലത സംഭവിച്ചു എന്നുള്ളതിൽ ഏറ്റവും വലിയ അടയാളങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഹൃദയത്തിന് കാഠിന്യം നമുക്ക് തന്നെ അനുഭവപ്പെടുന്ന ഒരവസ്ഥയുണ്ടാവുക എന്നുള്ളത്. ആ കാഠിന്യം നമ്മുടെ ഹൃദയത്തിന് ബാധിച്ചു കഴിഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഇന്ന ഫീ ദാലിക ലദിക്റാ ലിമൻ കാന ലഹു ഖൽബ്, ഈ പറയുന്ന ഉപദേശങ്ങളെല്ലാം തന്നെ ഫലപ്പെടുക ലിമൻ കാന ലഹു ഖൽബ്, ചിന്തിക്കുന്ന ഹൃദയമുള്ളവനാണ്. ചിന്തിക്കുന്ന ഹൃദയമില്ലാത്തവര് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. എത്രത്തോളം അവന്റെ അവസ്ഥ, അവന് ലാ യഅരിഫു മഅറൂഫൻ വലാ യുൻകിറു മുൻകറൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അവസ്ഥയിലേക്ക് എത്തും. നന്മയെ നന്മയായി മനസ്സിലാക്കാൻ അവന്റെ ഹൃദയത്തിന് സാധിക്കുകയില്ല. തിന്മയെ തിന്മയായി മനസ്സിലാക്കി അതിനെ ഓർക്കാൻ അവന്റെ ഹൃദയത്തിന് സാധിക്കുകയില്ല. ആ രൂപത്തിലേക്ക് അവന്റെ ഹൃദയത്തിന് കാഠിന്യം ബാധിക്കുമെന്നുള്ളത് സഹോദരങ്ങളെ അവിടുന്ന് വളരെ ഗൗരവത്തിൽ താക്കീത് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഹൃദയത്തിന് ഈമാനിന് ദുർബലത സംഭവിച്ചു എന്നറിയിക്കുന്ന വ്യക്തമായ കാര്യമാണത്. അതുപോലെ സഹോദരങ്ങളെ, നമ്മുടെ ഈമാനിന് ദുർബലത സംഭവിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കേണ്ട മറ്റൊരടയാളമാണ് ഇബാദത്തുകൾ ചെയ്യുമ്പോഴുള്ള അലസത എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ കൃത്യമായി ഇബാദത്തുകൾ ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത്. ജനങ്ങളിൽ ഒരുപാട് ആളുകൾക്ക് നിസ്കാരത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ വലിയ അശ്രദ്ധയാണ്. നിസ്കരിക്കുന്നത് ചില ഹദീസുകളിൽ വന്നതുപോലെ ഒരു കോഴി കൊത്തുന്നത് പോലെയുള്ള എന്തോ നിസ്കാരമാണ് അവൻ കാഴ്ചവെക്കുന്നത്. അടങ്ങിയൊതുങ്ങി നിസ്കരിക്കുന്ന നിസ്കാരക്കാർ കുറഞ്ഞുപോയി. നിസ്കാരം പഠിച്ച് നിസ്കരിക്കുന്ന ആളുകൾ കുറഞ്ഞുപോയി. നിസ്കാരത്തിന്റെ സമയം കൃത്യമായി ജമാഅത്തായി നിസ്കരിക്കുന്ന കാര്യങ്ങൾ കുറഞ്ഞുപോയി. അശ്രദ്ധയിലാണ് നിസ്കരിക്കുന്ന ആളുകളിലെ പലരുടെയും നിസ്കാരം. എന്താണ് നിസ്കാരത്തിൽ പറയുന്നത് തിരിച്ചറിയുന്നില്ല. ആ നിലക്ക് നമ്മുടെ നിസ്കാരം നേരത്തെയുള്ള നിസ്കാരത്തെക്കാൾ അശ്രദ്ധ കൂടിയിട്ടുണ്ടോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അങ്ങനെയുള്ള നിസ്കാരത്തിൽ നമ്മൾ തേടുന്ന മഗ്ഫിറത്തുകളും അങ്ങനെയുള്ള നിസ്കാരത്തിൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നും തന്നെ സഹോദരങ്ങളെ ഉത്തരം ചെയ്യപ്പെടണമെന്നില്ല. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഉദ്ഉല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കേണ്ടത് ഉറപ്പായിട്ടും ഇത് ലഭിക്കും എന്ന യഖീനോട് കൂടിയാണ്, ഉറപ്പോട് കൂടിയാണ് നിങ്ങൾ ദുആ ചെയ്യേണ്ടത്. വഅലമു, എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, അന്നല്ലാഹ ലാ യസ്തജീബു ദുആഅൻ മിൻ ഖൽബിൻ ഗാഫിലിൻ ലഹ്, അശ്രദ്ധയോടുകൂടി ദുആ ചെയ്യുന്ന ഒരുവന്റെ ഉത്തരം, ദുആക്ക് ഉത്തരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ താക്കീത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ഒരാളുടെ ഈമാനിന് ദുർബലത സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട അടയാളങ്ങളിൽ ഒന്ന് അവന്റെ ഇബാദത്തുകളിൽ അവന് സംഭവിച്ചിട്ടുള്ള ഇത്ഖാനില്ലായ്മയാണ്, അഥവാ അതിന് കൃത്യത ഇല്ലായ്മയാണ്. അതിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന അലസതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞതുപോലെ വൈദാ ഖാമു ഇല സ്വലാത്തി ഖാമു കുസാല, അവർ നിസ്കാരത്തിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ മടിയന്മാരായിക്കൊണ്ടാണ് നിസ്കരിക്കുന്നത്. അവർക്ക് വലിയ പ്രയാസമാണ്. ഫജ്റിന് എഴുന്നേൽക്കാൻ പ്രയാസമാണ്, അസ്ർ നിസ്കരിക്കാൻ പ്രയാസമാണ്, ഇശാ നിസ്കരിക്കാൻ പ്രയാസമാണ്. വലിയ പ്രയാസത്തോടു കൂടി അല്ലാതെ അവർ നിസ്കരിക്കുകയില്ല. ഇനി നിസ്കരിച്ചാൽ തന്നെ ആ നിസ്കാരത്തിൽ അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള ഒരു സ്മരണയുമില്ലാത്ത യാന്ത്രികമായ ചില ചലനങ്ങൾ മാത്രമാണ് അവർ നിർവഹിക്കുന്നത് എന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, അങ്ങനെയുള്ള നിസ്കാരമാണോ നമുക്കുള്ളത്? അങ്ങനെയുള്ള ഇബാദത്തുകളാണോ നമുക്കുള്ളത്? നമ്മുടെ ഈമാനിന് ദുർബലത സംഭവിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. പിന്നീട് അവർക്ക് സംഭവിക്കുന്ന ഇബാദത്തുകളിലുള്ള അലസതകളിൽപ്പെട്ടതാണ് പണ്ഡിതന്മാർ ചൂണ്ടിക്കാട്ടുന്നു. ഒന്നാമത്തെ സഫിലേക്കുള്ള ശ്രദ്ധയില്ല. നിസ്കാരത്തിൽ ഒന്നാമത്തെ സഫിലെത്തണമെന്ന് യാതൊരു ആഗ്രഹവുമില്ല. അവർക്ക് ഏതെങ്കിലുമൊക്കെ സുന്നത്തായ നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടാൽ, റവാത്തിബ് സുന്നത്ത് പോലെയുള്ള കാര്യങ്ങൾ നഷ്ടപ്പെട്ടാൽ അത് ഖളാ വീട്ടണമെന്നുള്ള യാതൊരു താല്പര്യവും അവർക്കില്ല. അത് ഒഴിവായതാണ്, നിസ്കരിക്കാതെ ഒഴിവാക്കി കളയുകയാണ്. ആ രൂപത്തിലേക്ക് നമ്മുടെ നിസ്കാരങ്ങളെല്ലാം തന്നെ സഹോദരങ്ങളെ, അത് നമുക്ക് ആ രൂപത്തിൽ അലസതയുണ്ട് എങ്കിൽ അത് വലിയ ഗൗരവമുള്ള കാര്യമാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹയുടേതാണ്. അവർ പറയാണ്,
ലാ യസാലു ഖൗമുൻ യതഅഖറൂന അനി സഫിൽ അവ്വൽ. ഒരു വിഭാഗം ആളുകൾ ഒന്നാമത്തെ സഫിൽ നിന്നും പിന്തിച്ചു കൊണ്ടേയിരിക്കും. അവർക്ക് ഒന്നാമത്തെ സഫിലേക്ക് എത്താനുള്ള താല്പര്യമില്ല. അതിന് അവസരം കിട്ടിയാൽ പോലും അവർ പുറകിലേ ഇരിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത് സ്വഹാബികളിൽ ചിലർ നിസ്കാരത്തിന്റെ സമയമായപ്പോൾ ഒന്നാമത്തെ സഫിൽ ഒഴിവുണ്ടായിട്ടും പുറകിലേക്ക് പോയിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞു, ഒന്നാമത്തെ സഫിൽ നിന്നും നിങ്ങൾ അങ്ങനെ എന്നും പുറകോട്ട് പോകുകയാണെങ്കിൽ ഹത്താ യുഅഖിറഹുമുല്ലാഹു ഫിന്നാർ, നരകത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്തിപ്പിക്കുന്നത് വരെയും നിങ്ങൾ ഇങ്ങനെ പിന്തിക്കൊണ്ടേയിരിക്കും. നിസ്കാരത്തിന്റെ ഒന്നാമത്തെ സഫിൽ വരാത്തത് കൊണ്ട് നരകത്തിലായി എന്നല്ല, ഈ രൂപത്തിൽ അലസതയാണ് ഇബാദത്തുകളുടെ കാര്യത്തിൽ നിങ്ങൾ കാണിക്കുന്നത് എങ്കിൽ ഈ രൂപത്തിൽ നിങ്ങൾ ഓരോ കാര്യത്തിലും പുറകോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അവസാനം നിങ്ങളുടെ ഈമാനിന് അങ്ങേയറ്റത്തെ ദുർബലത സംഭവിക്കുമ്പോൾ ദീനുൽ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നരകത്തെക്കുറിച്ച് താക്കീത് ചെയ്തത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈമാനിന്റെ ദുർബലതയിൽപ്പെട്ട കാര്യമാണ് ഇബാദത്തുകളിലുള്ള അലസത എന്ന് പറയുന്നത്. നമ്മൾ ഏതേത് ഇബാദത്തുകളിലും പരിശോധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ പണ്ഡിതന്മാർ നമ്മെ അറിയിക്കുന്ന മറ്റൊരു അടയാളമാണ്, ഖുർആൻ ഓതുമ്പോൾ യാതൊരു രൂപത്തിൽ ശ്രദ്ധയും അവനില്ല. ഖുർആനിന്റെ വിഷയത്തിൽ ശ്രദ്ധയാണ്. ഖുർആൻ കേൾക്കുമ്പോൾ തന്നെ മടുപ്പ് വരികയാണ്. അവന് ദീർഘമായി ഓതാൻ സാധിക്കുന്നില്ല. മുസ്ഹഫ് തുറക്കുമ്പോൾ തന്നെ, കുറച്ചോതുമ്പോൾ തന്നെ അവന് ഒരുപാട് ഓതിയതുപോലെ തോന്നുകയും അതുടനെ അടച്ചു വെക്കുകയും ചെയ്യുകയാണ്. ഇത് അവന്റെ ഈമാനിന്റെ ദുർബലത അറിയിക്കുന്നതാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഒരു മനുഷ്യന്റെ ഹൃദയം അത് ശുദ്ധമായിരുന്നെങ്കിൽ അവന് ഖുർആൻ എത്ര ഓതിയാലും അവന് മടുപ്പുണ്ടാവുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും സ്വന്തം വിചാരണ ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ നേരത്തെ ഓതിയതുപോലെയുള്ള ഖുർആൻ പാരായണം നമുക്ക് സാധിക്കുന്നുണ്ടോ? ഖുർആനിന്റെ വിഷയത്തിൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? എത്രയായി നമ്മൾ ഖുർആൻ പൂർണ്ണമായി ഓതി തീർത്തിട്ട് ദിവസേന എത്ര നമുക്ക് ഓതാൻ സാധിക്കുന്നുണ്ട്? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. അതൊന്നും വെറുതെയുള്ള കാര്യമല്ല. നമ്മുടെ ഹൃദയത്തിന് സംഭവിച്ച ദൗർബല്യമല്ലാതെ സഹോദരങ്ങളെ മറ്റൊന്നുമല്ല. നമ്മൾ ശരിയാക്കേണ്ട കാര്യമാണ്. ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം നമ്മൾ ശരിക്കും നന്നാകണം. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഹൃദയത്തിന് ഈമാനിന് ദുർബലത സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിനുള്ള ഏതാനും ചില അടയാളങ്ങളാണ്. സഹോദരങ്ങളെ, ഇതിന് ചില കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ അടയാളങ്ങളെല്ലാം നമ്മൾ സംഭവിച്ചത് ചില കാരണങ്ങളിലൂടെ തന്നെയാണ്. ആ കാരണങ്ങൾ നമുക്ക് മുമ്പ് സംഭവിച്ചു പോയിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ഈ അടയാളങ്ങൾ ഇന്ന് വ്യക്തമായി പ്രകടമായി തുടങ്ങിയത്. ആ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഇസ്തിഖാമത്തോടുകൂടി അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ച് നിലകൊള്ളുന്ന കാര്യത്തിൽ അവൻ കാണിച്ച അകൽച്ചയാണ്. ദീനിയായ നിയമങ്ങൾ പാലിക്കുന്നതിലും മറ്റും അവൻ കാണിച്ച അകൽച്ചയാണ്. നോക്കൂ, സ്വഹാബത്തുൽ കിറാം റിദ്വാനുല്ലാഹി അലൈഹിം, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വഹി ഇറങ്ങിയതിനു ശേഷം 3-4 വർഷങ്ങൾ കഴിയുമ്പോഴേക്കും അവർക്ക് സംഭവിച്ച ചെറിയൊരു അലസത അവരെ പിടികൂടിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ താക്കീത് ചെയ്തത് പ്രകാരമാണ്, അലം യഅനി ലില്ലദീന ആമനു, വിശ്വാസികൾക്ക് ഇനിയും സമയമായില്ലേ, അൻ തഖ്ശാ ഖുലൂബഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ്, അല്ലാഹുവിന്റെ സ്മരണയിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വഹിയായി ഇറക്കിയ ഖുർആനിലേക്കും സുന്നത്തിലേക്കും അവരുടെ ഹൃദയങ്ങൾ കീഴടങ്ങുന്നതിനു വേണ്ടി, ഹൃദയങ്ങൾ അതിലേക്ക് ചേർത്ത് വെക്കുന്നതിനു വേണ്ടി അവർക്ക് ഇനിയും സമയമായില്ലേ. വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ, അവർക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളെ പോലെ ആകാതിരിക്കുന്നതിനു വേണ്ടി എന്താണ് അവർക്ക് സംഭവിച്ചത്? ഫതാല അലൈഹിമുൽ അമദ്, അവർക്ക് വേദഗ്രന്ഥമെല്ലാം ഇറങ്ങിയതിനു ശേഷം ഒരുപാട് കാലം കഴിഞ്ഞപ്പോൾ ഫഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾക്കൊക്കെ കാഠിന്യം സംഭവിച്ചു. വകസീറും മിൻഹും ഫാസിഖൂൻ, അവരിൽ അധിക ആളുകളും തിന്മകൾ ചെയ്യുന്ന തെമ്മാടികളായി തീർന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്യുകയാണ്. അതുപോലെ നിങ്ങളാകാൻ പാടില്ല. നിങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തിന്മയുടെ ആളുകളായി പോകും, നിങ്ങളുടെ ഈമാൻ ദുർബലപ്പെട്ടു പോകും. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീനിൽ അത് മുറുകെ പിടിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അത് ഇതിന്റെ ഏറ്റവും ഒന്നാമത്തെ കാര്യമാണ്. അതിൽ സംഭവിക്കുന്ന വീഴ്ചയാണ് നമ്മുടെ ഈമാനിന് ദുർബലതയുണ്ടാകുന്നത്. അതുപോലെ മറ്റൊരു കാരണമായി പറഞ്ഞിട്ടുള്ളത് നല്ല കൂട്ടുകെട്ടിൽ നിന്നും അകന്നു കഴിയുക എന്നുള്ളതാണ്. അതാണ് പലപ്പോഴും ഈമാനിൽ നിന്നും ആളുകളെ തെറ്റിച്ച് കളയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. നല്ല കൂട്ടുകെട്ടിന് തീർച്ചയായും നിങ്ങളുടെ ഈമാനിന് നല്ല സഹായം ഉണ്ടാകുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്നമൽ മസലുൽ ജലീസ് സ്വാലിഹ് വൽ ജലീസ് സൂ കഹാമിൽ മിസ്കി വനാഫിൽ ഖൂ. നല്ല കൂട്ടുകെട്ടും നല്ല കൂട്ടുകാരനും മോശം കൂട്ടുകാരന്റെയും ഉപമ എന്ന് പറയുന്നത് ഒരു അത്തർ കച്ചവടക്കാരന്റെയും അതുപോലെ ഒരു കൊല്ലപ്പണിക്കാരന്റെയും ഉപമ പോലെയാണ്. ഫഹാമിൽ മിസ്ക്, അത്തർ കച്ചവടക്കാരൻ,
ഇമ്മ അൻ യുഹ്ദീക്, ഒന്നുകിൽ നിനക്ക് ഹദിയ തരും, ആ സുഗന്ധം നിനക്ക് സമ്മാനമായി നൽകും. വ ഇമ്മ അൻ തബ്തഅ മിൻ, അല്ലെങ്കിൽ നീ അവനിൽ നിന്നും അത് വാങ്ങിക്കും. വ ഇമ്മ അൻ തജിദ മിൻഹു റീഹൻ ത്വയ്യിബൻ, നീ വെറുതെ അവന്റെ അടുക്കൽ പോയാൽ പോലും നിനക്ക് നല്ല സുഗന്ധം അവനിൽ നിന്ന് ലഭിക്കും. വനാഫിഖുൽ ഖീർ, എന്നാൽ കൊല്ലപ്പണിക്കാരൻ, തീയിലൂതുന്നവൻ, ഇമ്മ യുഹ്രിക സിയാബക്, അവന്റെ തീജ്വാലകൾ നിന്റെ വസ്ത്രത്തെ കരിച്ചു കളയും. വ ഇമ്മ അൻ തജിദ മിൻഹു റീഹൻ ഖബീസ, അല്ലെങ്കിൽ അവന്റെ അടുക്കൽ നിൽക്കുമ്പോൾ തന്നെ ഒരു ദുർഗന്ധം നിനക്ക് അനുഭവപ്പെടുന്നതായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇതൊരു ഉപമയാണ്. ഈ രണ്ട് ജോലികളെ കുറിച്ചിട്ടുള്ള ഒരു വിശദീകരണമല്ല, മറിച്ചൊരു ഉപമയാണ്. സഹോദരങ്ങളെ, ഈ പറയുന്ന രൂപത്തിൽ നല്ല കൂട്ടുകാരനാണെങ്കിൽ അവന്റെ അടുക്കൽ നിനക്ക് എപ്പോഴും നന്മകൾ നിനക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ തന്നെ നിനക്ക് പാഠങ്ങൾ ഉണ്ടാകും, അതിൽ തന്നെ നിനക്ക് ഉൾക്കൊള്ളാനുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ഇനി അതല്ല, നിനക്ക് സംഭവിക്കുന്ന അബദ്ധങ്ങൾ ഉണ്ട് എങ്കിൽ അവൻ ചൂണ്ടിക്കാട്ടുന്നതാണ്, അവൻ പറഞ്ഞു തരുന്നതാണ്, നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നീ ഈ രൂപത്തിൽ പോയാൽ പ്രശ്നമാണ്, നീ ബന്ധങ്ങൾ നന്നാക്കണം, നിന്റെ ഉമ്മയുമായിട്ടുള്ള ബന്ധം നന്നാക്കണം, ഉപ്പയുമായിട്ടുള്ള ബന്ധം നന്നാക്കണം, ഭാര്യയുമായിട്ടുള്ള ബന്ധം നന്നാക്കണം, മക്കളെ നോക്കുന്ന കാര്യത്തിൽ നീ ശ്രദ്ധിക്കണം. ഇങ്ങനെ നിനക്ക് ഏതേത് കാര്യങ്ങളിൽ വീഴ്ച സംഭവിക്കുന്നോ ആ കാര്യങ്ങൾ നിന്നെ കൃത്യമായി ഉണർത്തുന്ന, നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്ന നല്ല കൂട്ടുകെട്ട് സഹോദരങ്ങളെ എപ്പോഴും ഒരു മുഅ്മിനിന് ഉപകാരമുള്ള കാര്യമാണ്. എന്നാൽ നേരെ തിരിച്ച് മോശം കൂട്ടുകെട്ടാണെങ്കിൽ ആ മോശം കൂട്ടുകാരന്റെ രോഗം നിനക്ക് പകരുന്നതാണ്. ആ രോഗം നിനക്ക് പകരും. അവൻ നിസ്കരിക്കാത്തവനാണെങ്കിൽ നീയും വഴി അങ്ങനെ ആയിത്തീരും. അവൻ അലസതയുള്ളവനാണെങ്കിൽ നീയും അങ്ങനെ ആയിത്തീരും. അങ്ങനെ അവനിലുള്ള ഓരോ ഷർറുകളും നിന്നിൽ പതിയെ പതിയെ സമ്മേളിക്കുന്നത് നിനക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നല്ല കൂട്ടുകെട്ടിൽ നിന്നും അകന്നു കഴിയുക എന്നുള്ളത് പലപ്പോഴും ഈമാനിന് ദുർബലത സംഭവിക്കുന്ന കാര്യമാണ്. ആളുകളോട് ചോദിച്ചു നോക്കുക. നല്ല കൂട്ടുകെട്ടുകളിൽ നിന്നും നല്ല നല്ല ആളുകളിൽ നിന്നും മാറി പല വിഷയങ്ങൾക്കും പല ആവശ്യങ്ങൾക്കും വേണ്ടി ദൂരദേശങ്ങളിൽ പോയ ആളുകൾക്ക് എന്താണ് അവരുടെ ഈമാനിന് സംഭവിച്ചത് എന്നുള്ളത് അവരോട് ചോദിച്ചു നോക്കുക. പതിയെ പതിയെ ദുർബലത അവർക്ക് സംഭവിക്കുകയുണ്ടായി. നാം പറയുന്ന ഓരോ കാരണങ്ങളും അടയാളങ്ങളും അവരുടെ ജീവിതത്തിൽ വന്നു തുടങ്ങി. ജമാഅത്ത് നിസ്കാരത്തിൽ നിന്നും പിന്തിച്ചു പോകാൻ തുടങ്ങി, അലസതകൾ സംഭവിച്ചു, ഫജ്ർ നിസ്കാരം സമയം തെറ്റി നിസ്കരിക്കാൻ തുടങ്ങി. നല്ല നിലയിൽ ഉണ്ടായിരുന്ന ആളുകൾ അവർക്ക് സംഭവിച്ചത് അങ്ങനെയാണ്. ഖുർആൻ ഓതാൻ സമയമില്ല. ഈ രൂപത്തിലുള്ള എല്ലാ അശ്രദ്ധയുടെ അടയാളങ്ങളും ഈമാനിന് സംഭവിക്കുന്ന ദുർബലതകളുമല്ല അവരിൽ സമ്മേളിച്ചത് സഹോദരങ്ങളെ പലപ്പോഴും നല്ല കൂട്ടുകെട്ടിൽ നിന്നും അവർ അകന്നുപോയത് കൊണ്ടാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണമാണ് ഈമാനിന് ദുർബലതയുണ്ടാകാനുള്ള കാരണം ഇൽമിയായ ശർഈയായ വിജ്ഞാനത്തിൽ നിന്നും അകന്നു കഴിയുക എന്നുള്ളത്. ദീനിയായ വിജ്ഞാനത്തിന്റെ കാര്യത്തിൽ അവർ അകന്നുപോയി. ഖുർആൻ ക്ലാസ്സുകൾക്ക് അവർക്ക് സമയമില്ല, തഫ്സീറുകൾക്ക് കേൾക്കാൻ സമയമില്ല, ദീനിന്റെ വിജ്ഞാനങ്ങൾ കേൾക്കാൻ അവർക്ക് സമയമില്ല. പലപ്പോഴും അവർ പല ദുനിയാവിന്റെ കാര്യങ്ങളിലും അവർ മരണപ്പാച്ചിലില്ല. അങ്ങനെ ദീനിയായ പ്രഭാഷണങ്ങളോ ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ കേൾക്കാൻ അവർക്ക് സമയമില്ല. മുൻഗാമികൾ പഠിപ്പിച്ചു വെച്ച കാര്യങ്ങൾ, വിശിഷ്യ വിശ്വാസ കാര്യങ്ങൾ, അവന്റെ കർമ്മശാസ്ത്രത്തിലേക്ക് വേണ്ട കാര്യങ്ങൾ അവർ കേൾക്കാൻ സമയമില്ല. ഹൃദയത്തിന് നൈർമല്യത ഉണ്ടാകുന്ന അത്തരത്തിലുള്ള സംസാരങ്ങൾ കേൾക്കാൻ അവർക്ക് സമയമില്ല. ചരിത്രങ്ങൾ കേൾക്കാൻ അവന് സമയമില്ല. ഈ രൂപത്തിൽ ദീനിയായ വിജ്ഞാനങ്ങളിൽ നിന്നും അകന്നു കഴിഞ്ഞപ്പോൾ അവന്റെ ഹൃദയത്തിന് പതിയെ പതിയെ കാഠിന്യം സംഭവിക്കുകയുണ്ടായി എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും പരിശോധിച്ചു നോക്കുക. ദീനിയായ വിജ്ഞാനങ്ങളിൽ വളരെയധികം താല്പര്യം കാണിക്കുന്ന സമയത്ത് അപ്പോഴുണ്ടായിരുന്ന ഈമാനാണോ ഇപ്പോൾ നമുക്കുള്ളത്? വിജ്ഞാനങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന സമയത്ത്, സംസാരങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന സമയത്ത് എന്താണ് ആളുകൾക്ക് സംഭവിക്കുന്നത് എന്നുള്ളത് ഓരോരുത്തർക്കും സ്വയം പരിശോധിച്ചാൽ മനസ്സിലാകാവുന്ന കാര്യമേ ഉള്ളൂ എന്നുള്ളതാണ്. അതുപോലെ സഹോദരങ്ങളെ നമുക്ക് സംഭവിക്കുന്ന ഈമാനിന് സംഭവിക്കുന്ന ദുർബലതയുടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ദുനിയാവിന്റെ കാര്യത്തിൽ അവൻ അമിതമായ വ്യാപൃതനായി തീരുക എന്നുള്ളതാണ്. ദുനിയാവ് എങ്ങനെങ്കിലും വെട്ടിപ്പിടിക്കണം എന്ന ചിന്തയാണ്. ആ ചിന്ത സഹോദരങ്ങളെ മനസ്സിലാക്കുക, അതൊരിക്കലും അവസാനിക്കാൻ പോകുന്ന ചിന്തയല്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മനുഷ്യന്റെ ചിന്ത അവൻ അങ്ങനെയാണ്. അവനൊരു താഴ്വര മുഴുവൻ സ്വർണം ലഭിച്ചാലും ശരി, മറ്റൊരു താഴ്വര കൂടി കിട്ടണമെന്നുള്ള ആഗ്രഹമല്ലാതെ അത് കിട്ടിയിട്ട് നിർത്താമെന്ന ചിന്ത ഒരിക്കലും ഉണ്ടാവുകയില്ല. അവസാനം അവന്റെ വായി നിറക്കുന്നത് മണ്ണല്ലാതെ മറ്റൊന്നുമല്ല, ഖബറിലേക്ക് വെക്കുമ്പോഴല്ലാതെ അവന്റെ ആഗ്രഹങ്ങൾ തീരുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആരും അങ്ങനെ ചിന്തിക്കേണ്ടതില്ല. കുറച്ചിങ്ങനെ ദുനിയാവിന്റെ പിന്നിൽ പോയി പിന്നീട് ദീനിയായി തിരിച്ചു വരാം, അങ്ങനെ ചിന്തിക്കുന്നവരൊന്നും തന്നെ പലപ്പോഴും തിരിച്ചു വന്നിട്ടില്ല. അവർ കൂടുതൽ കൂടുതൽ അകൽച്ചയിലേക്കാണ് പോയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്തല്ലോ, അൽഹാകുമുത് തകാസുർ, പരസ്പരം പെരുമ നടിക്കുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. മറ്റുള്ളവൻ ഉണ്ടാക്കിയതുപോലെ വീട് എനിക്കും ഉണ്ടാക്കണം,
അവനുള്ളതുപോലെയുള്ള കാർ എനിക്കും വാങ്ങണം, അവൻ്റേതുപോലെയുള്ള ജീവിതം എനിക്കും ഉണ്ടാകണം. അങ്ങനെ മറ്റുള്ളവരെ ആലോചിച്ച്, മറ്റുള്ളവരെ ചിന്തിച്ച് ദുനിയാവിന്റെ പിന്നിലേക്ക് അവൻ പോകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൽ തൃപ്തിയില്ലാതെ കൂടുതൽ കൂടുതൽ സമ്പാദിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി സഹോദരങ്ങളെ അവൻ ദീനിനെ ഉപേക്ഷിക്കുന്ന അവസ്ഥയാണ്. ദീനിൽ കൂടുതൽ സമ്പാദിക്കുന്നത് തെറ്റല്ല, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല വാജിബാക്കിയ, നിർബന്ധമാക്കിയ കാര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഒരാൾ ദീനിന്റെ പിന്നാലെ പോകുന്നത് എങ്കിൽ അത് തീർത്തും ആക്ഷേപാർഹമായ കാര്യമാണ്. അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങളിലൂടെയാണ് നീ ദുനിയാവ് ഒട്ടിപ്പിടിക്കുന്നത്. അല്ലാഹു വാജിബാക്കിയ കാര്യങ്ങൾ, നിർബന്ധമാക്കിയ കാര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടാണ് നീ ദുനിയാവിന്റെ പിന്നിൽ പോകുന്നത് എങ്കിൽ ആ പണി തീർത്തും ആക്ഷേപാർഹമായ പണിയാണ്. സഹോദരങ്ങളെ, അത് നമ്മുടെ ഈമാനിന് ഈ രൂപത്തിലുള്ള ദുർബലത ഉണ്ടാക്കുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കണം. അതുപോലെ ഈമാനിന് ദുർബലത ഉണ്ടാക്കാനുള്ള മറ്റൊരു കാര്യമായിരുന്നു നമുക്കൊക്കെ ഉണ്ടായിരുന്ന, നമ്മൾ ഒരുപാട് കാലം ജീവിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ. മരണചിന്ത കുറഞ്ഞുപോയി. ഞാൻ ഒരുപാട് കാലം ജീവിക്കേണ്ടവനാണ് എന്ന ചിന്തയാണ്. ഞാനിത് അടുത്ത നിമിഷം മരിച്ചു പോകാനുള്ളവനാണ് എന്ന ചിന്ത ആളുകളിൽ ഇല്ലാതായി പോയി. നോക്കൂ, മുശ്രിക്കുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ദർഹും, അവർ വിട്ടേക്കുക, യഅകുലു വയതമത്തഉ, അവർ തിന്നുകയും അവർ അങ്ങനെ കുടിച്ച് ആസ്വദിക്കുകയൊക്കെ ചെയ്യട്ടെ, വയുൽഹിഹിമുൽ അമൽ, ഒരുപാട് കാലം ജീവിക്കുമെന്നുള്ള ചിന്തയിൽ തന്നെ അവർ കഴിയട്ടെ, ഫസൗഫ യഅലമൂൻ, പിന്നീട് അവർ അറിയുന്നതാണ്, മരണത്തോടു കൂടി അവർ മനസ്സിലാക്കുന്നതാണ്. പെട്ടെന്നുള്ള മരണം അവർക്ക് സംഭവിക്കുമ്പോൾ അപ്പോഴായിരിക്കും അവർ ചിന്തിക്കുക, അപ്പോഴായിരിക്കും അവർ എല്ലാ ചിന്തകളും വരിക. പക്ഷെ യാതൊരു കാര്യവും ഉണ്ടാവുകയില്ല. അവൻ ചിന്തിച്ചത് ഞാൻ ഒരുപാട് ജീവിക്കുമെന്നാണ്. സഹോദരങ്ങളെ, ഹൃദയത്തിന് കാഠിന്യത ഉണ്ടാകാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തന്നെയാണ്. ഒരുപാട് കാലം ജീവിക്കുമെന്നുള്ള ചിന്തയോടുകൂടി മരണചിന്തയെ കുറിച്ച് മറന്നുപോകുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ പ്രായത്തിലുള്ള ആളുകൾ തന്നെയാണ് ചുറ്റുപാടും മരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇന്ന് വാർദ്ധക്യമാകേണ്ട കാര്യമില്ല, പ്രായം ഒരു വിഷയമല്ല. ചെറുപ്പക്കാർ പോലും മരിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. അപ്പോൾ എത്ര കാലം ജീവിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് ഒരുപാട് കാലം ജീവിക്കുമെന്നുള്ള ചിന്ത, അത് സഹോദരങ്ങളെ നമ്മുടെ ഹൃദയത്തിന് കാഠിന്യമുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് എപ്പോഴും മരണത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടേയിരിക്കണം. ആ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നവനല്ലാതെ തിന്മകളെ കുറിച്ച് പേടിയുണ്ടാവുകയില്ല, അവനല്ലാതെ നന്മകൾ ചെയ്യാൻ ഉത്സാഹം, താല്പര്യമുണ്ടാവുകയില്ല. അത് മുഖേനയല്ലാതെ നിന്റെ ഈമാൻ അത് നന്നായി മാറുകയുമില്ല എന്ന് സഹോദരങ്ങളെ മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ, ഈ അടയാളങ്ങളും ഈ കാരണങ്ങളുമെല്ലാം തന്നെ നാം കൃത്യമായി തിരിച്ചറിയുക. ഈമാൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരേ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല. നന്മകളിലൂടെ അത് കൂടുകയും തിന്മകളിലൂടെ അത് കുറഞ്ഞു പോവുകയും ചെയ്യും എന്ന കാര്യം സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഈമാനിന് സംഭവിക്കുന്ന ദുർബലതയുടെ അടയാളങ്ങളും അതിനുള്ള കാരണങ്ങളുമാണ് നാം മനസ്സിലാക്കിയത്. മഹാന്മാരായ മുൻഗാമികൾ പറയുമായിരുന്നു, മിൻ ഫിഖ്ഹിൽ അബ്ദി, ഒരു മനുഷ്യന്റെ ഫിഖ്ഹിൽപ്പെട്ടതാണ്, അവന്റെ അവഗാഹത്തിൽപ്പെട്ടതാണ്, അൻ യതആഹദ ഈമാന, അവന്റെ ഈമാനിനെ കുറിച്ച് എപ്പോഴും അവൻ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. വമാ യൻഖുസു മിൻ, അതിലെന്തെങ്കിലുമൊക്കെ കുറവ് സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത്. വമിൻ ഫിഖ്ഹിൽ അബ്ദി, അതുപോലെ ഒരു മനുഷ്യന്റെ ഈമാനിന്റെ, അവന്റെ ഫിഖ്ഹിന്റെ അവഗാഹത്തിന്റെ വിജ്ഞാനത്തിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് അൻ യഅലമ അൻ യസ്ദാദു ഈമാനുഹു വയൻഖുസ്, അവന്റെ ഈമാൻ കൂടുകയാണോ കുറയുകയാണോ, ആ ഗ്രാഫ് അവനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു മനുഷ്യന്റെ തിരിച്ചറിവിലും വിജ്ഞാനത്തിനും പെട്ട കാര്യമാണ്. അവന്റെ അവസ്ഥ എന്താണെന്ന് അവന് തന്നെ തിരിച്ചറിയാൻ സാധിക്കും. ഞാനിപ്പോൾ പഴയതിനേക്കാളും താഴേക്കാണ്, എനിക്ക് അല്പം മുകളിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട് എന്നവൻ മനസ്സിലാക്കാൻ സാധിക്കും. വഇന്ന മിൻ ഫിഖ്ഹി അൻ യഅലമ നസ്ഗാതി ശൈത്താനി അന്നാ തഅതീഹി, അതുപോലെയുള്ള അവന്റെ വിജ്ഞാനത്തിൽപ്പെട്ട കാര്യമാണ്. പിശാച് ഏത് മേഖലയിലാണ് അവനെ പിടിക്കുന്നത്, പിശാച് അവനെ റാഞ്ചിയെടുക്കുന്ന മേഖല ഏതാണ് എന്ന് തിരിച്ചറിയാനുള്ളത് ഒരു മനുഷ്യന്റെ ഫിഖ്ഹിന്റെ, അവന്റെ വിജ്ഞാനത്തിന്റെ യഥാർത്ഥ അറിവിന്റെ അടയാളമായി സഹോദരങ്ങളെ മുൻഗാമികൾ പറയുന്നത് കാണാൻ സാധിക്കും. ഇനി നിങ്ങളെ കേൾപ്പിക്കാനുള്ളത് സഹോദരങ്ങളെ, ഇത്തരത്തിൽ ദുർബലത നമ്മുടെ ഈമാനിന് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ പ്രതിവിധി എന്താണ്, അതിന്റെ ചികിത്സ എന്താണ് എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചികിത്സ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഒരാൾ ശരിയായ രൂപത്തിൽ പഠിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ കുറിച്ച് അവൻ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച്, വിശിഷ്യ അവന്റെ നാമവിശേഷണങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും അള്ളാഹുവിനെ കുറിച്ച് അവൻ ശരിയായ രൂപത്തിൽ പഠിക്കുകയും ചെയ്യണം. അള്ളാഹുവിന്റെ ഓരോ നാമവും അവൻ ശരിക്കു പഠിക്കണം. അള്ളാഹുവിന്റെ മഹത്തരമായ നാമങ്ങളുണ്ട്, വിശേഷണങ്ങളുണ്ട്.
അതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരുവന് അവന്റെ ഈമാനിൽ വലിയ നിലക്കുള്ള വർധന ഉണ്ടാകുമെന്നുള്ളത് സഹോദരങ്ങളെ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചു തരുന്ന കാര്യമാണ്. അതുകൊണ്ട് ആ കാര്യം, അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള പഠനം നീ അവസാനിപ്പിക്കരുത്. നീ പഠിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നീ പഠിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹു റഹ്മാനാണ്, നീ പഠിക്കേണ്ട കാര്യമാണ്. അള്ളാഹു റഹീമാണ്, നീ പഠിക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ച് നീ ശരിയായ രൂപത്തിൽ പഠിക്കുക എന്നുള്ളത് നിന്റെ ഈമാനിന് അത് പഴയ നിലക്കുള്ള ജീവൻ കിട്ടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രാപഞ്ചികമായതും ശർഈയായതുമായ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് നീ ചിന്തിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിട്ടുള്ള ആകാശഭൂമികളും അതിലുള്ള അവന്റെ ഓരോ രൂപത്തിലുള്ള സൃഷ്ടികളുമെല്ലാം തന്നെ സഹോദരങ്ങളെ നിന്റെ ഈമാൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ച അത്ഭുതങ്ങളാണ്. അള്ളാഹു ചോദിക്കുന്ന ചോദ്യങ്ങളിൽ പലതും ആഴ്ചയിൽ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. അഫലാ യൻദുറൂന ഇലൽ ഇബിൽ കൈഫ ഖുലിഖത്, നിങ്ങൾ ഒട്ടകത്തെ കുറിച്ച് അതിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? എങ്ങനെയാണ് അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ അതിനനുയോജ്യമായ രൂപത്തിലുള്ള സൃഷ്ടികൽപ്പന റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? വഇല സമാഇ കൈഫ റുഫിഅത്, ആകാശത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? തൂണുകളില്ലാത്ത രൂപത്തിൽ എങ്ങനെയാണ് അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി നിർത്തിയിരിക്കുന്നതെന്ന്. വഇലൽ ജിബാലി കൈഫ നുസിബത്, നിങ്ങൾ പർവ്വതങ്ങളിലേക്ക് നോക്കുന്നില്ലേ? എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആണികൾ കണക്കെ അതിനെ നാട്ടി നിർത്തിയിട്ടുള്ളത് എന്നുള്ളത്. വഇലൽ അർളി കൈഫ സുതിഹത്, ഭൂമിയെ തന്നെ നിങ്ങൾ നോക്കുന്നില്ലേ? ഇളകാത്ത രൂപത്തിൽ അതിനെങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുന്നത് എന്നുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് നോക്കിയാൽ സഹോദരങ്ങളെ, സ്വന്തം ശരീരം മുതൽ ചുറ്റുമുള്ള ഓരോന്നിലേക്ക് നോക്കിയാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. നമ്മുടെ ഈമാനിന് വർധന ഉണ്ടാക്കുന്ന കാര്യമാണത്. പലപ്പോഴും നമ്മൾ അനുഭവപ്പെടാറുണ്ട്. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു പോകാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്തുകൾ കാണുമ്പോൾ ഇതെപ്പോഴും നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കേണ്ട കാര്യമാണ്. അശ്രദ്ധയിലാകാൻ പാടില്ല. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശർഈയായ ദീനിയായ അഹ്കാമുകളെ കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ഇതെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ളതാണ് എന്നവന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊരു മനുഷ്യന് രൂപകൽപ്പന ചെയ്യാൻ സാധിക്കാത്തതാണ്, ഒരു മനുഷ്യന്റെയും ബുദ്ധിയിൽ ഉദിക്കാൻ സാധ്യതയില്ലാത്തതാണ് എന്ന് വളരെ കൃത്യമായി ദീനിന്റെ വിജ്ഞാനങ്ങൾ പഠിക്കുമ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശർഈയായ ഇൽമു പഠിക്കുമ്പോൾ അവൻ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് ഈമാൻ വർദ്ധിക്കാനുള്ള, ഈമാൻ നന്നാകാനുള്ള പ്രധാനപ്പെട്ട ചികിത്സയിൽ ഒന്നാണ്. അതുപോലെ സഹോദരങ്ങളെ, തദബ്ബുറുൽ ഖുർആൻ, ഖുർആനിനെ ഉറ്റാലോചിച്ചുകൊണ്ട് അവൻ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. ഖുർആൻ നന്നായി വായിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വഇദാ മാ ഉൻസിലത് സൂറ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുതുതായി ഒരു സൂറത്ത് അവതരിപ്പിച്ചാൽ, ആയത്തുകൾ അവതരിപ്പിച്ചാൽ, ഫമിൻഹും മൻ യഖൂലു അയ്യുക്കും സാദത്ഹു ഹാദിഹി ഈമാന, അതിനെ പരിഹസിച്ചുകൊണ്ട് മുനാഫികൾ പറയും, ഇതൊക്കെ കേട്ടിട്ട് ഇപ്പൊ ആർക്കാണ് ഈമാൻ കൂടിയിട്ടുള്ളത് എന്ന് മുനാഫിക്കുകൾ പറയും, കപട വിശ്വാസികൾ പറയും. എന്നാൽ ഫഅമ്മല്ലദീന ആമനു, വിശ്വാസി സമൂഹം, അവർ പറയുന്നത്, അവർക്ക് സംഭവിക്കുന്നത് ഫസാദത്ഹും ഈമാന, അവരുടെ ഈമാനിത അത് വർദ്ധിക്കുകയാണ്. വഹും യസ്തബ്ശിറൂൻ, അവർ സന്തോഷിക്കുകയാണ്. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം ആ ആയത്തുകൾ കേൾക്കുമ്പോൾ, അതിന്റെ അർത്ഥം മനസ്സിലാകുമ്പോൾ അവന്റെ ഈമാൻ വർദ്ധിക്കുന്നതായിരിക്കും. തെറ്റുകൾ ചെയ്യുന്നതിൽ നിന്നും അത് അവന് മറയായിരിക്കും, തടസ്സമായിരിക്കും. അവൻ അതിലൂടെ സന്തോഷിക്കുകയും ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരങ്ങളെ അറിയിക്കുന്നുണ്ട്. അതുപോലെ നാം നേരത്തെ പറഞ്ഞതാണ്, തൊലബുൽ ഇൽം, ദീനി വിജ്ഞാനം നേടുന്നതിൽ നിന്നും അകന്നു കഴിയുക എന്നുള്ളത് ഈമാനിന്, ഹൃദയത്തിന് കാഠിന്യമുണ്ടാക്കുന്ന, ദുർബലത ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ആ വിജ്ഞാനം പഠിക്കുന്ന കാര്യത്തിൽ നമ്മൾ അധിക ജാഗരൂകരാവുക, തൽപരരാവുക. വിശിഷ്യ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചും പരലോകത്തെ കുറിച്ചുമുള്ള അറിവ്, അവന് തിന്മകളിൽ നിന്നും ഇസ്തിഗ്ഫാർ ചെയ്യാനുള്ള അറിവ്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഫഅലമന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്നുള്ളത് നീ പഠിക്കുക. തൗഹീദിനെ കുറിച്ച് പഠിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് പഠിക്കുക. വസ്തഗ്ഫിർ ലിദംബിക്, നീ നിന്റെ പാപങ്ങളിൽ നിന്നും തൗബ ചെയ്യുക. അല്ലാഹുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ, ദീനിയായ വിജ്ഞാനങ്ങൾ പഠിക്കുമ്പോൾ നിനക്ക് പാപങ്ങളിൽ നിന്നും തൗബ ചെയ്യാൻ തോന്നും. ആ തൗബ ചെയ്യാൻ നിന്നെ പ്രേരിപ്പിക്കുന്ന രൂപത്തിലുള്ള ദീനിയായ വിജ്ഞാനം നീ അത് കരസ്ഥമാക്കുക. അതുപോലെ സഹോദരങ്ങളെ, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഈമാൻ അത് ഉയരാൻ, ഈമാൻ അത് കൂടാൻ, ഈമാൻ അത് നല്ല നിലയിൽ നിലനിൽക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് സംഭവിച്ചിട്ടുള്ള സ്വഹാബികളിലുള്ള പല ചരിത്രവും കാണാം. ഒരിക്കൽ ഒരുപാട് സ്വഹാബികൾ കൂടി നിൽക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമ, ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും നോമ്പുകാരനുണ്ടോ? മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന, ഞാനുണ്ട്. ഫമൻ തബിഅൽ യൗമ മിൻകും ജനാസ, അടുത്ത ചോദ്യം,
നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇന്നൊരു ജനാസയെ പിന്തുടർന്നിട്ടുണ്ടോ? അബൂബക്കർ പറഞ്ഞു നഅം, ഞാനുണ്ട്. ഫമൻ അത്അമ അൽയൗമ മിൻകും മിസ്കീന. മൂന്നാമത്തെ ചോദ്യം, ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ സാധുക്കൾക്ക് ഭക്ഷണം കൊടുത്ത ഒരാളുണ്ടോ? അവിടുന്ന് പറഞ്ഞു അതെ, ഞാനുണ്ട്. നാലാമത്തെ ചോദ്യം, ഫമൻ ആദ അൽയൗമ മിൻകും മരീള. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ ഇന്ന് രോഗിയെ സന്ദർശിച്ചിട്ടുണ്ടോ? അബൂബക്കർ പറഞ്ഞു നഅം, ഞാനുണ്ട് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മജ്തമഅന ഫീ ഇംറിൻ ഇല്ലാ ദഖലൽ ജന്ന. ഈ പറയുന്ന കാര്യങ്ങൾ ഒരു മനുഷ്യനിൽ സമ്മേളിച്ചിട്ടുണ്ട് എങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ല എന്നാണ്. സഹോദരങ്ങൾ, ഏതാനും ചില സൽക്കർമ്മങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. രോഗിയെ സന്ദർശിക്കുക, ജനാസയെ പിന്തുടരുക, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക, നീ നോമ്പുകാരനായിരിക്കുക. ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങളെല്ലാം ചെയ്താൽ നിനക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. നിന്റെ ഈമാനിന് അത് നല്ല ഉറപ്പുണ്ടാകും എന്നുള്ള കാര്യമാണ്. സ്വഹാബികൾ അത്തരത്തിലുള്ള സൽക്കർമ്മങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, സൽക്കർമ്മങ്ങളെ കുറിച്ച് അറിയിക്കപ്പെടുമ്പോൾ അവർ അതിന് മത്സരിച്ചത് കാണാൻ സാധിക്കും. ബദറിന്റെ രണാങ്കണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മുശ്രിക്കുകൾ മുന്നിൽ നിൽക്കുന്ന വേളയിൽ ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഖൂമു ഇലാ ജന്നഹ്, സ്വർഗ്ഗത്തിന് വേണ്ടി എഴുന്നേൽക്കുക. അർദുഹസ് സമാവാതു വൽ അർദ്, അതിന്റെ വിശാലത എന്ന് പറയുന്നത് ആകാശഭൂമികളെക്കാൾ വിശാലതയുള്ള സ്വർഗമാണെന്ന് പറഞ്ഞപ്പോൾ ഉമൈർ ഇബ്നു ഹമാം അൽ അൻസാരി ആ സ്വഹാബി പറഞ്ഞു യാ റസൂലല്ലാഹ് ജന്നഹ് അർദുഹസ് സമാവാതു വൽ അർദ്, സ്വർഗമോ ആകാശഭൂമികളെ വിശാലമാക്കുന്ന രൂപത്തിലുള്ള സ്വർഗമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നഅം. അദ്ദേഹം പറഞ്ഞു ബഖിൻ ബഖിൻ. അറബിയിൽ അത്ഭുതങ്ങൾ ഉണ്ടാകുമ്പോൾ പറയുന്ന കാര്യമാണ് ബഖിൻ ബഖിൻ എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു മാ യഹ്മിലുക അലാ ഖൗലിക ബഖിൻ ബഖിൻ, ഇങ്ങനെ ബഖിൻ ബഖിൻ എന്ന് പറയാനുള്ള കാരണം എന്താണ്? അദ്ദേഹം പറഞ്ഞു ലാ വല്ലാഹി യാ റസൂലല്ലാഹ് ഇല്ലാ റജാഅത അൻ അകൂന മിൻ അഹ്ലിഹാ, ആ സ്വർഗ്ഗക്കാരിൽ ഉൾപ്പെടണമെന്നുള്ള ആ പ്രതീക്ഷ കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയോട് പറഞ്ഞു ഫഇന്നക മിൻ അഹ്ലിഹാ, നീ ആ സ്വർഗ്ഗക്കാരന്റെ കൂട്ടത്തിൽ തന്നെയാണ്. അദ്ദേഹം ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ അമ്പിൽ നിന്നുമുള്ള 2-3 ഈത്തപ്പഴങ്ങൾ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ കഴിക്കുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞു ലഇൻ ഹൈതു ഹത്താ അകുല തമറാതി ഹാദി, ഈ പറയുന്ന ഈത്തപ്പഴങ്ങൾ കഴിച്ചു തീരാനുള്ള സമയം ഞാൻ ഈ ദുനിയാവിൽ ബാക്കി വെക്കുകയാണെങ്കിൽ ഇന്നഹാ ലഹയാത്തുൻ തവീല, അത് ഒരുപാടായി പോകും, ഒരുപാട് കാലം ഈ ദുനിയാവിലായി പോകും, എനിക്കത് വേണ്ട. അദ്ദേഹം ഉടൻ തന്നെ ഉടനെ കയ്യിലുള്ള ഈത്തപ്പഴം അവിടെ വലിച്ചെറിഞ്ഞുകൊണ്ട് അദ്ദേഹം യുദ്ധത്തിന് വേണ്ടി പോവുകയാണ്. അങ്ങനെ ആ യുദ്ധത്തിൽ മരണപ്പെടുകയാണ്. സഹോദരങ്ങളെ, മരണശേഷമുള്ളത് സ്വർഗീയ അനുഭവങ്ങളല്ലാതെ മറ്റെന്താണ്? ഖബറിൽ സ്വർഗമല്ലാതെ മറ്റെന്താണ്? ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഖബർ മുതൽ അവൻ സ്വർഗീയ അനുഭവങ്ങളാണ് അവനുണ്ടാകുന്നത്. സ്വർഗത്തിൽ പ്രവേശിച്ചതുപോലെയുള്ള അനുഭവങ്ങൾ അവന് ഖബറിൽ തന്നെ ലഭിക്കുന്നതാണ്. അത് കേട്ടപ്പോൾ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ മറ്റൊന്നും ദുനിയാവും ഒന്നും തന്നെ അവർക്ക് തടസ്സമായില്ല എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈമാൻ വർദ്ധിക്കാനുള്ള കാര്യം. അതുപോലെ ചെയ്യുന്ന കാര്യങ്ങൾ പതിവായി ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലദീന ഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ, അവരവരുടെ നിസ്കാരങ്ങൾ അത് പതിവാക്കുന്നവരായിരുന്നു എന്നാണ് നബി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്ന അഹബ്ബൽ അഅമാലി ഇലല്ലാഹി മാ ദൂഇമ അലൈഹി വ ഇൻ ഖൽ, അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളിൽ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത് പതിവായി ചെയ്യുന്നതാണ്. അത് കുറച്ചാണെങ്കിലും നിങ്ങൾ പതിവായി ചെയ്യുന്നത് അല്ലാഹുവിന് ഇഷ്ടമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ചെയ്യുന്ന അമലുകൾ അത് കുറച്ചാണെങ്കിലും പതിവായി ചെയ്യുക, അത് ഒഴിവാക്കരുത്. സൽക്കർമ്മങ്ങൾ സാധിക്കുന്ന രൂപത്തിൽ വർദ്ധിപ്പിക്കണം. അത് ഈമാനിനെ നല്ല നിലയിൽ ഉയർത്തുന്നതാണ്, നമ്മുടെ ദുർബലത അതിനില്ലാതാക്കുന്നതാണ്. വളരെ കൃത്യമായി ശ്രദ്ധിക്കുക. അവസാനത്തെ കാര്യം പറയട്ടെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദുആയ, ഈമാനിന് ദുർബലത അനുഭവിക്കുന്ന ഓരോ ആളുകളും ദുആ ചെയ്യണമെന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്താണ്. അവിടുന്ന് പറഞ്ഞു ഇന്നൽ ഈമാന ലയഖ്ലഖു ഫീ ജൗഫി അഹദികും കമാ യഖ്ലഖു സൗബ്, നിങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ നുരുമ്പിപ്പോകുന്നത് പോലെ തന്നെ നിങ്ങളുടെ കൽബകങ്ങളിലുള്ള ഈമാൻ അതും നുരുമ്പിപ്പോകുന്നതാണ്. ഫസ്അലുല്ലാഹ അൻ യുജദ്ദിദൽ ഈമാന ഫീ ഖുലൂബികും, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഈമാൻ അത് പുതുക്കി തരുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുകൊണ്ട് ആ കാര്യം സഹോദരങ്ങളെ, ഈമാൻ വർദ്ധിപ്പിച്ചു തരാൻ, ഈമാൻ പുതുക്കി തരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെയുള്ള ദുആ നമ്മൾ വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളത് നമ്മുടെ ഈമാനിന് വലിയ വർധന ഉണ്ടാകാൻ കാരണമാകുന്ന കാര്യമാണ്. ഇതെല്ലാം ഏതാനും ചില കാര്യങ്ങളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറയുന്ന കാര്യങ്ങൾ ഞാനും നിങ്ങളും വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. കാരണം ഈമാനിന് ദുർബലത സംഭവിച്ചാൽ നമ്മൾ അലസന്മാരായി പോകും, നമ്മൾ നമ്മുടെ അമലുകളിൽ നിന്നും പിന്നോട്ട് പോകും, നമ്മൾ പിന്നീട് പതിയെ പതിയെ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ നിന്നും
തെറ്റിപ്പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് സംഭവിച്ച ന്യൂനതകൾ അല്ലാഹു തആല പരിഹരിച്ചു തരുമാറാകട്ടെ. നമ്മുടെ ഈമാനിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പുതുക്കി നൽകുകയും അതിന് തിളക്കം നൽകുകയും ചെയ്യുമാറാകട്ടെ. അതിന്റെ കാഠിന്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലാതാക്കി തീർക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹ وزكها أنت خير من زكاها أنت وليها ومولاها. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم يا مقلب القلوب ثبت قلوبنا على دينك ويا مصرف القلوب صرف قلوبنا على طاعتك. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول وعمل. اللهم إنا نسألك الجنة وما قرب إليها من قول وعمل. وأقول قولي هذا وأستغفر الله لي ولكم ولجميع المسلمين من كل ذنب فاستغفروا إنه هو الغفور الرحيم.